ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ മരം മുറിക്കാൻ വേണ്ടി ആ മരം വെട്ടുകാരൻ എപ്പോൾ വേണമെങ്കിലും വരാം. നിങ്ങൾക്കറിയില്ലേ, മനുഷ്യർ ഈ ഭൂമി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എന്തൊക്കെയാണ് നമ്മളോട് ചെയ്യുന്നത്? അവരുടെ വിചാരം അവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയെന്നാണ്. മറ്റൊന്നിനെക്കുറിച്ചും അവർ ആലോചിക്കുന്നില്ല. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെയൊക്കെ ഇരകളാക്കുകയാണ്. നാം ഇത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. തിരിച്ചടിക്കണം. മറ്റു ജീവികളോടും പ്രകൃതിയോടും കൂടെ നമുക്ക് തിരിച്ചടിക്കണം. എങ്കിലേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ. പക്ഷേ ആ മനുഷ്യരെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കും? മനുഷ്യരോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി നമുക്കില്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ വേറൊരു വഴിയുണ്ട്. ഈ മരത്തിനടുത്തുള്ള ആ വീട്ടിലെ ആ പയ്യനെ നിങ്ങൾക്കറിയത്തില്ലേ? ഓർമ്മയില്ലേ, അന്നവൻ നമ്മുടെ കൂട്ടില് വെള്ളമൊഴിച്ചത്? അവൻ തന്നെ. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അവനെ കൊണ്ട് തന്നെ നമ്മൾ ഈ മരത്തിനെ രക്ഷിക്കും. പക്ഷേ ഒരു മനുഷ്യനെ എങ്ങനെ കൊണ്ടുവരാനാ? അതൊന്നും നിങ്ങളറിയണ്ട. എൻ്റെ ഈ മാന്ത്രികവടി കണ്ടില്ലേ? ഇത് വെച്ച് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്നാൽ മാത്രം മതി. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്തായാലും കുറച്ചു നേരം കൂടെ കാത്തിരിക്കൂ. രാത്രിയാവട്ടെ. ഇന്ന് അവനെ പോക്കണം. വേഗം പോയി അവനെ കണ്ടുപിടിക്കൂ. അവൻ കിടക്കുന്നു. നിന്നെ ഞങ്ങളുടെ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ ഉറുമ്പോ? എന്നാ വലുപ്പോ? നീ പേടിക്കണ്ട, ഞങ്ങള് സാധാ ഉറുമ്പുകൾ തന്നെയാ. സാധാ ഉറുമ്പുകൾക്ക് ഇത്രയും വലുപ്പോ? ഇവിടെ നിനക്കാ വലുപ്പം കുറവ്. ഞാനൊരു മന്ത്രം ചൊല്ലി നിന്നെ ചെറുതാക്കിയതാ. എന്നെ നിങ്ങൾ ചെറുതാക്കിയെന്നോ? നിങ്ങൾ എന്നെ ചെറുതാക്കി? അപ്പൊ ഞാനിതിപ്പോ എവിടെയാ? നിന്നെ കൊണ്ട് ഞങ്ങൾക്കൊരാവശ്യമുണ്ട്. നീ ഞങ്ങളെ സഹായിക്കണം. വേഗം വാ, ഒട്ടും സമയമില്ല. ഇതേതാ കാട്? നിങ്ങളെല്ലാം എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഒന്ന് പറയുന്നേ, എങ്ങോട്ടാ നമ്മൾ പോകുന്നേ? ഞങ്ങൾ താമസിക്കുന്ന ആ മരം മുറിക്കാൻ വേണ്ടി ഒരു മരം വെട്ടുകാരൻ വരുന്നുണ്ട്. അവനെ നേരിടാൻ ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഞാനിപ്പോ നിങ്ങളെ പോലെ കുഞ്ഞായില്ലേ, പിന്നെ ഞാനെങ്ങനെ നിങ്ങളെ സഹായിക്കുന്നേ? നമ്മളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കൂടി വരും. ഞങ്ങളീ കഷ്ടപ്പെടുന്ന മുഴുവൻ നിങ്ങൾ മനുഷ്യർ കാരണോ? അതോർത്തു. നിങ്ങൾ എന്തൊക്കെ ദ്രോഹങ്ങളാ ഈ ഭൂമിയോടും അതിലെ ജീവികളോടും ചെയ്യുന്നേ? ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് തന്നെ കാര്യം. വേഗം നടക്ക്. എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ കഴിയുന്ന പോലെ നിങ്ങളെ സഹായിക്കാം. നോക്ക്, ഇവർ നമ്മളെ സഹായിക്കാൻ വന്ന തേനീച്ചകളാണ്. കൊള്ളാം, നല്ല മരം. അയ്യോ, ഈ മരമുട്ടാരം വന്നല്ലോ. അയാളെ മരം ഇപ്പൊ തന്നെ വിട്ടെന്ന് തോന്നുന്നു. വേമ്പേ കൂട്ടുകാരെ വിളിച്ചെന്ന് വരാം. ഉറുമ്പ് രാജാവേ, ദേ ആ മരമുട്ടാരം വന്നു. എന്റെ കൂട്ടുകാരെ ഉറുമ്പുകളെ, ഞാൻ
അമ്മാറുമുണ്ടുകാരനെ തോൽപ്പിക്കാനായി പോകുന്നു. നിന്നെ ഞാൻ കാണിച്ചടാ. നീ ഈ മരം വെട്ടൂലേ? Oppan Gangnam Style. തേനിച്ച് നമ്മുടെ ഒരു ഉഗ്രം കുത്തുകൊടുത്തേ. അയ്യോ, ഞാൻ ഈ മരം വെട്ടുന്നില്ലേ? Oppan Gangnam Style. തേനീച്ചയുടെ ഒറ്റ കുത്തിന് തന്നെ മരമുട്ടാരൻ രക്ഷപ്പെട്ടു. എന്നെ ഉറുമ്പ് രാജാവ് പഴയ രൂപത്തിലാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ ഈ പ്രകൃതിയോട് എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്യുന്നത്. ഞാനൊരു പ്രതിജ്ഞ എടുത്തു. ഇന്നു മുതൽ ഞാൻ പ്രകൃതിയെ സ്നേഹിക്കും.